ആര് കേട്ടാ വീടൊക്കെ വേണ്ട. ഏട്ടനില്ലാതെ എനിക്ക് വീടൊന്നും വേണ്ട. സർ സാറേ സാർ എന്തെങ്കിലും എങ്ങനെയുണ്ട് സാറേ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു നീർക്കെട്ടിന്റെ പ്രശ്നമുള്ളൂ. അത് ഗുളി കുടിച്ചാൽ മാറും. നല്ല വേദനയാന്നൊക്കെ പറഞ്ഞു. അല്ല, അത് നീർക്കെട്ടിന്റെയാണ്. രണ്ട് സൈഡിലുള്ള വേദന നീർക്കെട്ടാ. ചെറിയ ഗുളി കുടിച്ചാൽ മതി. 10 ദിവസത്തിന് എഴുതുന്നുണ്ട് കേട്ടോ. ശരി സാർ. ഈ ഗുളിക ഫാർമസിയിൽ നിന്ന് വാങ്ങി കൊടുക്കട്ടോ. ശരി സാർ. ശരി, എന്നാ ചെന്നോ സാറേ. റിസൾട്ട് എടുക്കണം സാർ. ആ റിസൾട്ട് ശരി സാർ. അടുത്ത വരുമ്പോൾ ആ റിസൾട്ട് കൊണ്ടുവരണേ. ആ ശരി സാർ. വിനോദേ, നീ എനിക്ക് മൊത്തം സ്ട്രക്ചറിന് കരാറ് എന്നാണ്. ഞാൻ നീ തന്ന പൈസക്ക് തറ കെട്ടി നിന്റെ കയ്യിലെ ക്യാഷും കൊണ്ടാണ് ഈ കമ്പിയും കല്ലൊക്കെ ഇറക്കിയത്. ഇപ്പൊ കണ്ട എത്ര കാലമായി ഇത് കാട് മൂടി കടന്നിട്ട് എന്താ കാര്യം? നീ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടാക്കല്ലേ. അത് നമുക്ക് എത്രയും പെട്ടെന്ന് തുടങ്ങാം. എനിക്ക് കുറച്ച് ഫണ്ട് വന്നില്ല, ഞാൻ ഉദ്ദേശിച്ച ഫണ്ട് നടന്നില്ല, അതുകൊണ്ടാണ്. എന്തായാലും നമുക്ക് അടുത്ത മാസം എന്തായാലും തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ ഏട്ടന് സുഖമില്ല. ഞാൻ അപ്പോൾ അതിൻ്റെ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കണം. ഇന്നിപ്പോൾ ഞാൻ പോയിട്ട് വേണം ഏട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. എന്തായാലും ഞാൻ അത് നോക്കി വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം കേട്ടോ. ആയിക്കോട്ടെ, നന്നായി പോയി വന്നിട്ട് വിളിക്ക്. ആയിക്കോട്ടെ കേട്ടോ. ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ലടാ, അതാ പറയണേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി എന്നാ ശരി. ഈശ്വര, ഏട്ടാ എന്ത് പറ്റി? ഒന്നുമില്ല, ചെറിയൊരു വേദന. ഇല്ലല്ലോ, ഏട്ടൻ നല്ല ക്ഷീണുണ്ടല്ലോ. ഇല്ല, ഏട്ടനെന്തോ ക്ഷീണുണ്ടല്ലോ. ഒരു കുഴപ്പമില്ല. ഏട്ടാ കാലിലൊക്കെ നല്ല നീരുണ്ടല്ലോ. ചെറിയ നീര്. ഏട്ടൻ പറ, എന്തെങ്കിലും അസുഖം ഉണ്ടോ? ഒന്നില്ല. പിന്നെ ആ വാടകക്കാരൊന്നിന് വാടക വെച്ചോണ്ടേ. കുട്ടി വാടക 3 മാസം കൊടുത്തിട്ടില്ലല്ലേ? ഞാൻ 2 മാസമായിട്ട് പൈസ കൊടുത്തില്ല. പിന്നെ രാവിലെ വീടിന്റെ കോൺട്രാക്ട് തിരഞ്ഞെന്നിരുന്നു പണി തുടങ്ങാൻ പറഞ്ഞിട്ട് വിളിച്ചിരുന്നോ? ഇല്ല, ഞാൻ കണ്ടു. ഞാൻ സൈറ്റിൽ പോയിട്ട് വരാം. അപ്പൊ പുള്ളി പറഞ്ഞ എത്രയും പെട്ടെന്ന് വീട് പണി തുടങ്ങണം. തുടങ്ങണം. എവിടുന്ന് ഏട്ടാ പൈസന്റെ കാര്യം കുറച്ച് ഉണ്ടാവുന്നു. ശരിയാക്കും. എത്ര കാലമായി വാടക വീട്ടിലിങ്ങനെ. എന്നാലും പൈസ കയ്യിൽ കണ്ട് അണയേണ്ട ഏട്ടാ. അല്ല, അത് പോട്ടെ. നമുക്ക് ഏട്ടാ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകും. എനിക്ക് ഏട്ടൻ്റെ കാര്യം ഏട്ടനെ കണ്ടിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഒന്നും പോണ്ട, ഇപ്പൊ വീട് പണി നടക്കട്ടെ. സാറേ. വരൂ. സാറേ സാറേ എനിക്കല്ല, ഞാൻ അന്ന് രാമകൃഷ്ണൻ എന്നുള്ള രാമകൃഷ്ണന്റെ അനിയൻ സാർ അന്നേ ശരി ശരി, കണ്ടിട്ടുണ്ട്, ഓർമ്മയുണ്ട്. സാറേ, ജ്യേഷ്ഠനെ 2-3 ദിവസമായിട്ട് വേദന കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് സാറേ. അപ്പൊ ഞാൻ ഡോക്ടർക്ക് പോകാന്ന് പറയുമ്പോൾ പുള്ളി പറയുന്നു ഇല്ല, സാറ് കൊടുത്താൽ മരുന്ന് കഴിക്കാന്ന് പറഞ്ഞിട്ടും അത് കഴിക്കാൻ എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സാറേ. ഞാൻ ചോദിക്കുന്നുണ്ടോന്ന് തോന്നിയത്. ജ്യേഷ്ഠൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ? അത് രാമകൃഷ്ണ ഇതിപ്പോ കുറച്ച് പ്രശ്നമാണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ, ഇത് നന്നായി ശ്രദ്ധിക്കണം. ഇത് എന്തെങ്കിലും വേദന ഉണ്ടാകുമ്പോൾ മാത്രം ഇങ്ങോട്ട് ഓടി വന്നിട്ട് കാര്യമില്ല. ഞാൻ പലതവണ ഇവിടെ ബന്ധപ്പോൾ പറഞ്ഞിട്ടുണ്ട്, കിഡ്നിയാണ്, നല്ലോണം ശ്രദ്ധിക്കണം. ഇതിപ്പോ എന്താ അവസ്ഥ അറിയാം? 2 കിഡ്നി ഡാമേജ, അവസാന സ്റ്റേജ്. സാറേ, മരുന്ന് കഴിച്ചാൽ മാറൂലേ? രാമകൃഷ്ണൻ, മരുന്ന് കഴിക്കേണ്ട അവസ്ഥയ്ക്ക് കഴിഞ്ഞു. 2 കിഡ്നി ഡാമേജ. ഇനിയിപ്പോ ഇത് മാറ്റി വെക്കാല്ലാതെ രക്ഷയില്ല. സാറേ,
ഇത് അത്യാവശ്യം പൈസ ആവില്ലേ? രാമകൃഷ്ണ, ഒരു 10-30 ലക്ഷം ഉറുപ്പിയെങ്കിലും ആവും. അല്ല, കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടാവുമോ ഡൊണേറ്റ് ചെയ്യാൻ? ഓപ്പോസിറ്റീവാണ് നമുക്ക് വേണ്ടത്. സാറേ, കുടുംബത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ ആരുമില്ല. ആകെയുള്ളത് അനിയൻ മാത്ര. സാറേ, ഞാൻ ഇത്രയും കാലം അധ്വാനിച്ചു വെച്ച കുറച്ച് സമ്പാദ്യം എൻ്റെ കയ്യിലുണ്ട്. അത് ഏകദേശം ഇതിനോടടുത്ത് വരും. പിന്നെന്താ, കാര്യങ്ങൾ ഈസി ആയല്ലോ. സാറേ, ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. എനിക്കിപ്പോൾ കാര്യം 10-60 വയസ്സായല്ലോ. ഇനിയിപ്പോൾ ഇത് ചെയ്താൽ തന്നെ എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും? രാമകൃഷ്ണ, അതിപ്പോ പറയാൻ പറ്റില്ല. എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. സാറേ, എനിക്ക് ചികിത്സ വേണ്ട സാർ. എന്താ രാമകൃഷ്ണ, എന്താ ഈ പറയുന്നത്? എനിക്കാണ് ഭാര്യയും മക്കളൊന്നുമില്ല. ഇനിയിപ്പോ ഇത് ചെയ്താൽ തന്നെ 5-6 കൊല്ലം. എനിക്കൊരു സഹോദരനുണ്ടേ, കുറെ കാലം ആഗ്രഹിച്ചൊരു വീട് വെക്കുക. ഈ തുക അവന് ഉപകാരമാകുമല്ലോ. ഞാനിപ്പോ എന്തിനാ? രാമകൃഷ്ണ, എൻ്റെ മെഡിക്കൽ ഫീൽഡിൽ ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാ. എന്നാലും സാറേ, സാർ എന്തെങ്കിലും എങ്ങനെയുണ്ട് സാറേ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു നീർക്കെട്ടിന്റെ പ്രശ്നമുള്ളൂ. അത് ഗുളി കുടിച്ചാൽ മാറും. നല്ല വേദനയാണെന്നൊക്കെ പറഞ്ഞു. അല്ല, അത് നീർക്കെട്ടിന്റെയാണ്. 2 സൈഡിലുള്ള വേദന നീർക്കെട്ടാ. ചെറിയ ഗുളി കുടിച്ചാൽ മതി. 10 ദിവസത്തിന് എഴുതുന്നുണ്ട് കേട്ടോ. ശരി സാർ, ഞാൻ സൈറ്റിൽ പോയിട്ട് വരാം. പുള്ളി പറഞ്ഞ അത്രയും പെട്ടെന്ന് വീട് പണി തുടങ്ങണം. തുടങ്ങണം. എവിടെ നേട്ടാ പൈസന്റെ കാര്യം കുറച്ച് ഉണ്ടാവുന്നു. എത്ര കാലമായി വാടക വീട്ടിലിങ്ങനെ. അല്ല, അത് പോട്ടെ. നമുക്ക് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി. എനിക്ക് ഏട്ടന്റെ കാര്യം ഏട്ടനെ കണ്ടിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഒന്നും പോണ്ട, ഇപ്പൊ വീട് പണി നടക്കട്ടെ. ഏട്ടാ, ഏട്ടാ, എന്താ അത്? ഏട്ടാ, ആരും കേട്ടാ വീടൊക്കെ വേണ്ട. ഏട്ടനില്ലാതെ എനിക്ക് വീടൊന്നും വേണ്ട. എന്താടാ, ചേട്ടൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? നമുക്ക് ഓപ്പറേഷൻ ചെയ്യട്ടാ, ഓപ്പറേഷൻ ചെയ്യട്ടാ. കരയല്ലോ, കരയല്ലേ. ചേട്ടൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഏട്ടാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകട്ടാ. വീടൊന്നും എനിക്ക് വേണ്ട ഏട്ടാ. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകട്ടാ.